തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ വെട്ടിക്കുറച്ച ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് താൽക്കാലികമായി മരവിപ്പിച്ചു. ചൊവ്വാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി മേയർ തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മേയർ MK വർഗീസ് ഇക്കാര്യം അറിയിച്ചത്. വളരെ തെറ്റായ നടപടിയല്ലേ. അവരുടെ രണ്ടാളെ കഥ പറഞ്ഞിട്ട് അവര് നേരെ ഫ്ലാഗ് എടുത്തിട്ട് മുമ്പിൽ വന്നിരുന്ന് എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റും. സത്യം സത്യം അല്ലാതായിരിക്കും. ഇല്ല, അത് എന്ത് പൊളിറ്റിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു ഉത്തരവ് വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഒരു വീട്ടിലൊരു ഒരു അനിഷ്ടാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. രക്ഷപ്പെട്ടു, പിന്നെ നമുക്ക് നിഗമനത്തിൽ വരാം ആരാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയത്. നമുക്ക് അന്വേഷിക്കാം. അത് അന്വേഷിക്കണം. 21-ാം തീയതി പോകണം. അതിപ്പോ LSTD ആണോ കുഴപ്പം, ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണോ, എന്താ മന്ത്രിമാരുടെ ആണോ, ആരുടെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഞാൻ പറയണേ. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സെപ്റ്റംബർ 12-നായിരുന്നു വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ 229-ൽ നിന്ന് 103 വെട്ടിക്കുറച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. ജീവനക്കാരുടെയും ഭരണ പ്രതിപക്ഷങ്ങളുടെയും രൂക്ഷമായ എതിർപ്പിനെ തുടർന്ന് മേയർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ്, റവന്യൂ മന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് 7 ദിവസത്തിനകം ഉത്തരവ് റദ്ദാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി മേയർ വെള്ളിയാഴ്ച കൗൺസിൽ യോഗത്തെ അറിയിച്ചിരുന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയം സൂപ്പർ ലീഗ് കേരളയ്ക്ക് 5 വർഷക്കാലത്തേക്ക് നടത്താൻ കൊടുത്തിരിക്കുന്നുവെന്നും സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം നടക്കാൻ സാധ്യതയില്ല എന്നുമുള്ള മാധ്യമ വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് മേയർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ സ്റ്റേഡിയം സ്റ്റേറ്റ് ലീഗ് ഏറ്റെടുത്ത് നടത്താൻ കൊടുത്തു എന്ന് പറയുന്ന ഒരു വാർത്ത ഞാൻ വായിച്ചു. പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയും തെറ്റായ ഒരു നിഗമനവുമാണ്. അത് ഏറ്റെടുത്ത് നടക്കലല്ല. കോർപ്പറേഷന്റെ തന്നെ സ്റ്റേഡിയമായി നിലനിർത്തിക്കൊണ്ട് സ്റ്റേറ്റ് ലീഗ് അതിനെ പുതുക്കി പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുള്ള അംഗീകാരം നമ്മൾ കൊടുത്തു. അപ്പൊ 5 വർഷക്കാലത്തേക്ക് നമ്മളും അവരുടേതായിട്ടുള്ള കളികളും മറ്റും വരുമ്പോൾ അവിടെ നടപ്പിലാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കൈമാറ്റവും നടന്നിട്ടില്ല. സ്റ്റേഡിയത്തിന്റെ ഫുട്ബോൾ ടർഫും അനുബന്ധ സംവിധാനങ്ങളും അറ്റകുറ്റപ്പണിക്കായി സൂപ്പർ ലീഗ് കേരള സ്വന്തം നിലയിൽ തുക ചിലവഴിക്കുന്നു എന്നേയുള്ളൂ. നടത്തിപ്പ് പൂർണ്ണമായും കോർപ്പറേഷന്റെ ചുമതലയിലാണ്. കൗൺസിൽ തീരുമാനപ്രകാരം സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായി ഖേലോ ഇന്ത്യക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ വഴി വിശദമായ എസ്റ്റിമേറ്റും ഡിസൈനും തുടർ നടപടികൾക്കായി അയച്ചു കൊടുത്തിട്ടുണ്ട്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതാണെന്നും മേയർ വ്യക്തമാക്കി. TCV തൃശൂർ.